ഇപ്പം നിങ്ങൾ ഈ കാണുന്ന കമൻ്റ് എന്ന് പറയുന്നത് സിബിൻ്റെ ആദ്യ ഭാര്യ സിബിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്ത ഇൻ്റർവ്യൂയുടെ താഴെ വന്നിട്ടിട്ട കമൻറ്റുകളാണ്. ആദ്യം ഈ ഒരു കമൻ്റ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഈ ഒരു ഭാര്യ ഒളിച്ചോടിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് റിപ്ലൈ ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഒളിച്ചോടി പോയിട്ടൊന്നുമില്ല, എൻ്റെ അടുത്ത് അവിടെ പോയി സെറ്റിലാകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ അവിടെ വന്ന് കൂടെ താമസിക്കാമെന്ന് വിചാരിച്ചു, എനിക്കൊരു നല്ല ലൈഫ് കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നത്, അല്ലാതെ ഒളിച്ചോടി പോയതൊന്നുമല്ല എന്നാണ് ഭാര്യ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഓരോരുത്തർ വന്ന് ഉളുപ്പില്ലാതെ എങ്ങനെയാണ് വന്ന് ഇൻ്റർവ്യൂവിൽ പറയാൻ പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. തൊലിക്കട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര അപാരമാണ്. കുറേയധികം പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. കുറേയധികം പെൺകുട്ടികളുടെ അടുത്തുനിന്ന് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്, എൻ്റെ തെളിവൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അടുത്ത കമൻ്റ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി ആ ഒരു ചിഞ്ചുവിനെതിരെ തന്നെ ആ ഒരു കമൻറ്റ് ബോക്സിൽ കുറേയധികം മറുപടിയായിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ചിഞ്ചു പറയുന്നത്, ഈ ഒരു കമൻ്റ് ഇടുന്ന വ്യക്തി സിബിൻ തന്നെയാണ്, വേറെ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വന്നാണ് കമൻ്റ് ഇടുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിർത്തൂ സിബിൻ, എനിക്ക് തന്നെ കുറച്ച് മുമ്പ് മെസ്സേജ് ഇട്ടിട്ടില്ലായിരുന്നു, ഇങ്ങനെയൊക്കെ ഇൻ്റർവ്യൂവിൽ വന്ന് പറയാതിരിക്കൂ, ഇങ്ങനത്തെ കള്ളത്തരങ്ങൾ പറയാതിരിക്കൂ സിബിൻ എന്നും ഈ ഒരു നമുക്ക് കമൻറ്റിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്തതെന്ന് പറയുന്നത്, ഒരാൾ ചോദിച്ചിട്ടുണ്ട് വളരെ വിഷമമുണ്ടെങ്കിൽ ഇങ്ങനെ സിബിൻ്റെ നമ്പർ കണ്ടെത്തി പേഴ്സണലായിട്ടൊന്ന് പഠിപ്പിച്ച് കൊടുക്കും എന്ന് പറഞ്ഞ സമയത്ത് പുള്ളിക്കാരി ഇട്ടേക്കുന്ന കമൻറ്റാണ്, ചേട്ടാ അത് വളരെ പാടാണ് പറഞ്ഞു മനസ്സിലാക്കുക, ഇപ്പോൾ ഈ സമയത്ത് കൂടി പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് പറയുന്നുണ്ട് ഇമാതിരി ഞങ്ങളെ ലൈഫ് നടത്തുന്നതിൻ്റെ അനാവശ്യ കാര്യങ്ങൾ വീഡിയോ ഇടരുതെന്ന്, ഓൾറെഡി ഡിവോഴ്സായി, വീണ്ടും ഇമേജ് വെളുപ്പിക്കാൻ വേണ്ടി ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെയും കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ലാസ്റ്റ് ഇട്ടേക്കുന്ന ഒരു കമൻറ്റ് എന്ന് പറഞ്ഞാൽ, എൻ്റെ എല്ലാ കമൻറ്റ്സും ഡിലീറ്റ് ചെയ്യുന്നുണ്ട്, ഇതൊരു പെയ്ഡ് ഇൻ്റർവ്യൂ ആണ്, അത് എനിക്ക് കുഴപ്പമില്ല, ഞാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതെല്ലാം വീഡിയോയിലൊക്കെ കിടപ്പുണ്ട്, പിന്നെ ഇതിങ്ങനെ ചെയ്യുന്നതിൻ്റെ കാര്യമാണ് എനിക്ക് മനസ്സിലാവാത്തതെന്നാണ് ചിഞ്ചു ഈ ഒരു കമൻസിലൂടെ പറയുന്നത്.